അറ്റം വെട്ടി കോഴിയുടെ ചിക്കൻ കറി. ഇത് കൈകൊണ്ട് ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു നീതുസാൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കുക്കിംഗ് വീഡിയോ ഇതൊക്കെ എല്ലാവരും എല്ലാ ദിവസവും വീട്ടുകളിൽ ഉണ്ടാക്കുന്നതൊക്കെ തന്നെ. അപ്പം ഞാൻ കുറച്ച് ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ചക്കയാണ് ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ വിഭവമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചക്ക ചെറുതായിട്ട് അരിഞ്ഞൊക്കെ നമ്മൾ ഒരു ചട്ടിക്കകത്താണ് ഞാനിത് വെക്കുന്നത്. എനിക്ക് ചട്ടി വെക്കുന്ന കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് പ്രത്യേക ടേസ്റ്റാണെന്നൊക്കെ പറയും, എന്നാലും അത് അടുപ്പിൽ വെക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അപ്പം ഞാൻ ചട്ടിക്കകത്ത് നല്ല ചക്ക എടുത്ത് വേവിക്കാൻ അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്, പിന്നെ കുറച്ച് ചക്കക്കുരു ഇല്ലാതെ ചക്ക കറി വെച്ചാൽ എന്ത് ടേസ്റ്റ് ഇല്ലേ. എനിക്കതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് വേകുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള അരപ്പരയ്ക്കാം. തേങ്ങ, അതിനകത്തോട്ട് കുറേ വെളുത്തുള്ളി, ഞാൻ വെളുത്തുള്ളി തോനെ ചേർക്കും കേട്ടോ. വെളുത്തുള്ളി, പിന്നെ നല്ല കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇച്ചിരി ഗുമ്മിനിരിക്കട്ടെ എന്ന് വിചാരിച്ച് ചേർക്കുന്നതാണ്. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് കാന്താരിയും ചേർക്കുന്നുണ്ട്, കുറച്ച് പരലുപ്പാണ് ചേർക്കുന്നത് കേട്ടോ. ഞാൻ അരയ്ക്കാൻ എപ്പോഴും പരലുപ്പിട്ട് അരയ്ക്കുക. അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചക്ക വെന്തതിനകത്തോട്ട് ഇതിങ്ങനെ വാരി നിരത്തി ഇങ്ങനെ പൊത്തി വെക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒരു ആവിയൊക്കെ വന്നു കഴിയുമ്പോൾ അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പം ചക്ക ഇളക്കാനായിട്ട് സാധാരണ പണ്ടുള്ളവർ തുടുപ്പ് വെട്ടിയെടുക്കും. തുടുപ്പെന്ന് പറയുന്നത് നമ്മുടെ മടൽ അറ്റം വെട്ടിയിട്ട് എടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഭാഗം. പക്ഷെ അങ്ങനെ വെട്ടിയെടുത്താൽ നല്ല അടിപൊളിയായിട്ട് കപ്പയും നമ്മുടെ ചക്കയൊക്കെ ഉടഞ്ഞു കിട്ടും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ആ തുടുപ്പ് ഇല്ലാത്തത് കൊണ്ട്, വെട്ടാൻ പോകാനുള്ള മടി കൊണ്ടും, അപ്പം ഞാൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് ഈ കണ്ടില്ലേ, ഈ ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോയി. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ, ഒടിഞ്ഞൊന്നും പോയില്ല, നല്ല സ്ട്രോങ് സാധനമാണ്. നമ്മുടെ ആരോഗ്യം കൂടെ വേണം ചക്കയായാലും കപ്പയായാലും ഇളക്കിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചക്കയും നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് കളർ കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, നല്ല കാന്താരി മുളകും ആവശ്യത്തിന് കുരുമുളകും ചേർത്തത് കൊണ്ട് കാന്താരി മുളകിൻ്റെയൊക്കെ നല്ല എരിവുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലെ തന്നെ കാന്താരി മുളകാണ്. അപ്പം നമ്മുടെ ചക്ക റെഡിയായിട്ട് ഇനി നമ്മുടെ തനി നാടൻ ചിക്കൻ കറി, നാടൻ കോഴിയുടെ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം നാടൻ കോഴിയെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കറി വയ്ക്കാനായിട്ട് നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുത്ത്, ഇത് നാടൻ കോഴി ആയതുകൊണ്ട് നമ്മൾ കുക്കറിൽ വിസിൽ കേൾപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് ഭയങ്കര വേവാണ്. ബ്രോയിലർ പെട്ടെന്ന് വേവും, പക്ഷേ നാടൻ അങ്ങനെയായിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ. അതിലോട്ട് കുറച്ച് പരലുപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകും കൂടി ഇട്ടിട്ട് ഇത് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നാടൻ കോഴിയുടെ പ്രത്യേകത എന്താ, അതിൻ്റെ എല്ലുകൾ നല്ല സൂചി മുന പോലെ ഇരിക്കും. ആ മുനകളൊന്നും കയ്യിൽ കൊള്ളാതെ നമ്മളിങ്ങനെ നല്ല വൃത്തിയായിട്ട് ഇതെല്ലാം ഇതിനകത്ത് പിടിക്കുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്രോയിലർ കോഴിയാണെങ്കിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരാവശ്യമില്ല. നാടൻ കോഴിക്കും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ പരുവത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ വെള്ളം വേണ്ടുന്നവർ വെള്ളം ഒഴിക്കുക, അല്ലാത്തവർ വെള്ളം ഒഴിക്കേണ്ട. അപ്പം ഞാനൊരു തുള്ളി വെള്ളം ഞാൻ പിന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് വിസിലിൽ ആവി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഉരുളിയല്ല എടുത്ത് വെച്ചിരിക്കുന്നത്, ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ആ ഇരുമ്പേട്ടി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, പല സ്ഥലത്തും പല പേരല്ലേ. അപ്പോൾ അതിലോട്ട് ഞാൻ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ച്, ചിലർ ചിക്കന് കടുക് വറുക്കാറില്ല കേട്ടോ. പക്ഷേ ഞാൻ കടുക് വറുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കടുക് മൂപ്പിച്ചിടുന്നത്. പിന്നെ അതിനകത്തോട്ട് വറ്റൽമുളക് ഇട്ടു. പിന്നെ നമ്മുടെ വീട്ടിലെ കറിവേപ്പിലാണ്, എല്ലാം വീട്ടിലെയാണ് കേട്ടോ, എന്നാലും കുറച്ചൊക്കെ കടയിലതും ഉണ്ട്. അപ്പോൾ കറിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് മൂത്ത് കഴിഞ്ഞപ്പോൾ എന്താണ്ട് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ അരിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ ഇഞ്ചി, 2 ഏലക്ക, അതുപോലെ നമ്മുടെ ഗ്രാമ്പൂ, പട്ട, അങ്ങനത്തെ കുറച്ച് ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ബിരിയാണിക്കകത്തിരുന്ന സാധനങ്ങൾ. അപ്പോൾ അവയെല്ലാം കൂടെ പറക്കി ഞാൻ അതിനകത്ത് ഓരോന്നോരോന്ന് ഇടുന്നുണ്ട് കേട്ടോ. ഒരുപാട് ചേർക്കാൻ പാടില്ല, മസാല ഭയങ്കര ഫ്ലേവറായിപ്പോൾ. എല്ലാം ഓരോന്ന് മാത്രം ചേർത്താൽ മതി കേട്ടോ, ചെറിയ 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 പീസുകളായിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് മൂപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നാടൻ കറിക്കകത്ത് ഇങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് എടുക്കുന്ന ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി മാത്രം വെച്ച് ചിക്കൻ കറി വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിതിനകത്ത് കുറച്ച് ഒരു വലിയ സവാളയും കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി തൊലിച്ചെടുക്കാനുള്ള ഒരു മടി കൊണ്ടാണ്, ഞാൻ ആ ഒരു മടി കാരണം മാത്രമാണ് ഗായ്സ് ഞാനൊരു സവാളയും കൂടെ ചേർത്തത്. അപ്പോൾ എൻ്റെ ഉള്ളി എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് പൊടികൾ ചേർക്കാം. ആദ്യം ചേർക്കുന്ന കുരുമുളക് പൊടി. നമ്മൾ ചിക്കന് നേരത്തെ കുരുമുളക് പൊടി ചേർത്തുകൊണ്ട് ഞാൻ ലേശം കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത്. അപ്പോൾ ഇത് രണ്ടും കൂടെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൂട്ടി വെച്ചിട്ട് നമുക്ക് ബാക്കി പൊടികളിടാം. ആദ്യം നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. എൻ്റെ മുളക് പൊടിക്ക് നല്ല എരിവാണ് കേട്ടോ, കളറും ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. നമ്മൾക്ക് കുരുമുളകിൻ്റെ എരിയും പച്ചമുളകിൻ്റെ എരിയൊക്കെ അതിനകത്തുണ്ടല്ലോ, അപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഈ മുളക് പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. കാരണം
എന്ന് പറഞ്ഞാൽ പച്ചമണം മാറുന്നത് കൂടാതെ നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ ഒരു റെഡ് കളർ മാറിയിട്ട് വേറൊരു കളർ വരേണ്ട ഒരു ബ്രൗൺ കളർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലതായിട്ട് മൂപ്പിക്കുന്നു. മല്ലിപ്പൊടി നമ്മൾ മൂപ്പിക്കേണ്ട കാര്യമില്ല, നമുക്ക് ചെറുതായിട്ട് ചൂട് തട്ടിയാൽ മാത്രം മതി. മല്ലിപ്പൊടി അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോകും. അത് കാരണം മുളക് പൊടി മൂത്തതിന് ശേഷം മാത്രം മല്ലിപ്പൊടി ഇടുക കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചിലരങ്ങനെ ഉപയോഗിക്കണം, ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. എന്നും പറഞ്ഞ് ആരും എന്നെ പൊങ്കാലിടാൻ വരല്ലേ ഗൈസ്. അപ്പം ഞാനിത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മൂപ്പിക്കുമ്പോൾ നമുക്ക് മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ എല്ലാത്തിൻ്റെ ആ പച്ചമണം മാറിയ ഒരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം ഒരുവിധം റെഡിയായി. അത് കഴിഞ്ഞ് നമ്മളിതാ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ തട്ടിയുടെ നാടൻ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ എത്ര പ്രാവശ്യം കുക്കറിൽ വേവിച്ചാലും ഒരു ഇച്ചിരി വേവ് ബാലൻസ് നീങ്ങട്ടെ. ഇത് ഇച്ചിരി മുറ്റിയ കോഴിയായിരുന്നെന്ന് തോന്നുന്നു, അതറിയില്ല. അപ്പം മുറ്റിയ കോഴിയാണെങ്കിൽ നമ്മളിതിനെ വേവിച്ചെടുത്തിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ശക്കലം തേങ്ങ വറുത്തെന്ന് പറഞ്ഞാൽ 2 തേങ്ങയൊന്നും വറുത്ത് പൊടി ചേർത്ത് തേങ്ങ വറുത്ത് ചിക്കൻ കറി വെക്കരുത് കേട്ടോ, ഭയങ്കര ബോറായിരിക്കും. ഒരു ശകലം തേങ്ങ വറുത്തെടുത്തിട്ട് അതിൽ ഇച്ചിരി മുളക് പൊടിയും കൂട്ടി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം വറുത്ത് പൊടിച്ച് നമ്മുടെ ഈ നാടൻ കോഴിക്കറിയിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. നാടൻ കോഴിക്കറിയിലേക്ക് ഇട്ട് നമ്മുടെ കറി ഇതാ ഇങ്ങനെ ബ്ലാ 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 തിളയ്ക്കുന്നുണ്ട്. സത്യം പറയാലോ, സ്മെല്ലെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. നമ്മുടെ ചിക്കൻ കറി വയ്ക്കുമ്പോൾ നമ്മുടെ അയലത്ത് വീട്ടിൽ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഒരു സ്മെല്ല് വരത്തില്ല. അപ്പോൾ അതൊരു നാടൻ കോഴിയുടെ ടേസ്റ്റ്, ആ ഒരു സ്മെല്ലാകുമ്പോൾ ഇത്തിരി വേറൊരു സ്മെല്ലായിരിക്കും. ആ ഒരു സ്മെല്ല് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വഴിയില്ല. മസാലകളുടെയൊക്കെ ഒരു മണമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചക്കക്കറിയും നാടൻ കോഴിയുടെ ഒരു കറിയുമാണ് കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് ഗ്രേവി ആക്കി എടുക്കുന്നില്ല കേട്ടോ, ഇത്തിരി ഒന്ന് കുറുക്കിയെടുക്കുക. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 2-3 ചെറിയ മുട്ടകളൊക്കെ ഇതിനകത്തുണ്ടെന്ന്, അതൊക്കെ ചിലപ്പോൾ കലങ്ങി അടിച്ച് പോയിട്ടുണ്ടായിരിക്കും. എന്തായാലും നമ്മുടെ ചിക്കൻ ഇപ്പം നല്ല രീതിക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. അത്രയ്ക്ക് ഗ്രേവി വേണ്ടാത്തത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. കാണുന്ന പോലെയൊന്നും അല്ല ഗായ്സ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ചക്കയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിലോട്ട് ചക്കയും ചിക്കൻ കറിയും കഴിക്കാൻ വായു. എന്തായാലും ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ. അപ്പം ഞാൻ കുറച്ച് ചക്ക എടുക്കുന്നു. ഞാൻ ഈ ചക്കയും ചിക്കൻ കറിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ കൂടെ ചോറ് കഴിക്കാറില്ല കേട്ടോ. കാര്യം എനിക്ക് അത്രയ്ക്ക് വലിയ ഫുഡൊന്നും നമുക്ക് അതിൻ്റെ കൂടെ പറ്റാത്തത് കൊണ്ട് ഞാൻ ചക്ക മാത്രം എടുക്കുന്നത്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചക്കയും ചിക്കൻ കറി ആകുന്ന സ്ഥിതിക്ക് നമ്മൾ ചോറ് അതിൻ്റെ കൂടെ എടുക്കാൻ പാടില്ല ഗൈസ്, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കൂ. അപ്പോൾ ഞാൻ എന്താ ചക്ക എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ ചിക്കൻ കറി. അപ്പം ഞാൻ ചിക്കൻ്റെ പീസ് കൂടുതൽ കഴിക്കാത്തതുകൊണ്ട് 1 പീസ് 2 പീസ് എടുക്കാമല്ലേ, ഷോയ്ക്ക് നിങ്ങളെ കാണിക്കാനെങ്കിലും എടുക്കണ്ടേ. അപ്പോൾ 2 ചിക്കൻ പീസും എടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രേവി. അപ്പോൾ എന്താണ്ട് നിങ്ങൾക്ക് ഇതാ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാലൻസ് ഞാൻ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഓടി വായു, ചക്കയും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചക്കയും ചിക്കൻ കറിയും ഇഷ്ടപ്പെട്ടിട്ടുള്ളവരെല്ലാവരും ലൈക്ക് ഇടുക, കമൻ്റ് ഇടുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇന്നത്തെ ചക്കയും ചിക്കനും നിങ്ങൾക്കുള്ള സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. ഞാൻ ഇവിടുന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ ഗൈസ്. ടാറ്റ ബൈ.